നമസ്കാരം. എല്ലാ പഠിതാക്കൾക്കും ഐ+ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ ദേവസ്വം ബോർഡ് ക്ലാസ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്ക് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യേണ്ടത് ദേവസ്വം ബോർഡ് പരീക്ഷയ്ക്ക് തന്നിരിക്കുന്ന സിലബസിലെ 7ാമത്തെ ഭാഗം ഹൈന്ദവാചാരങ്ങൾ, ക്ഷേത്ര ധർമ്മങ്ങൾ, ഹൈന്ദവ പുരാണ ഗ്രന്ഥങ്ങൾ, പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളും ആചാരങ്ങളും അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ തുടങ്ങിയ മേഖലയിലേക്കാണ് നമുക്ക് കടക്കേണ്ടത്. അപ്പോൾ അതിന് ആമുഖമായി നമുക്ക് ഹൈന്ദവ ധർമ്മത്തെക്കുറിച്ചും ഹിന്ദു മതത്തെക്കുറിച്ചും അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം കിടക്കാം, പിന്നീട് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, അതിന്റെ സവിശേഷതകൾ എന്ന മേഖലയിലേക്ക്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹിന്ദു ധർമ്മം എന്നത് ഭാരത ഉപഭൂഖണ്ഡത്തിൽ, ഇന്നത്തെ ഇന്ത്യയല്ല, ഇന്നത്തെ ഭാരതമല്ല, പഴയ ഭാരത ഉപഭൂഖണ്ഡം, അതായത് ഇന്നത്തെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ബർമ്മ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് തുടങ്ങിയതടങ്ങുന്ന ആ ഭാരത ഉപഭൂഖണ്ഡത്തിൽ ഉടലെടുത്ത മതപരവും ദാർശനികവും സാംസ്കാരികവുമായ ഒരു കൂട്ടത്തെ, ഒരു സഞ്ചയത്തെയാണ് ഹിന്ദു ധർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ മതമാണ് ഹിന്ദുമതം. ജനസംഖ്യ അടിസ്ഥാനത്തിൽ എടുത്താൽ ഏറ്റവും വലിയ 3ാമത്തെ മതമാണ് ഹിന്ദുമതം. ഏതാണ്ട് 125 കോടിയിലധികം ജനങ്ങൾ ഹിന്ദുമത വിശ്വാസികളായി ഉണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ 101 കോടിയിലധികവും ഇന്ത്യയിലാണ്. അതുകൂടാതെ ശ്രീലങ്ക, നേപ്പാൾ, ഇന്തോനേഷ്യ തുടങ്ങിയ പല രാജ്യങ്ങളിലും ഹിന്ദുമത വിശ്വാസികളുണ്ട്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ മതമാണ്. ഹിന്ദു എന്ന വാക്ക് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് പേർഷ്യൻ ഭാഷയിലാണ്. അതൊരു ഭൂമിശാസ്ത്ര പദമായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. പേർഷ്യൻ ഭാഷ ഉപയോഗിച്ചിരുന്നവർ സിന്ധു നദിയുടെ മറുകരയിൽ താമസിക്കുന്ന ആൾക്കാരെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്, ഹിന്ദു എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. അത് സിന്ധു നദീതടവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ഭൂമിശാസ്ത്ര പദമാണ്. പിന്നീട് അറബികളുടെ വരവോടെ അത് അൽ ഹിന്ദ് എന്ന വാക്കായി മാറി. അറബികൾ അതിന് ഈ പേർഷ്യൻ ഭാഷയിലെ ഹിന്ദു എന്നതിന് തുല്യമായി അൽ ഹിന്ദ് എന്ന പദം ഉപയോഗിച്ചു. തുടർന്ന് വിദേശികൾ, പോർച്ചുഗീസുകാർ, ബ്രിട്ടീഷുകാർ ഒക്കെ കടന്നു വന്നല്ലോ. അങ്ങനെ അവരുടെയൊക്കെ വരവോടുകൂടി 18ാം നൂറ്റാണ്ടോടുകൂടി ബ്രിട്ടീഷുകാരും മറ്റു വിദേശികളും ഇവിടെ ഹിന്ദുസ്ഥാനിൽ കഴിയുന്നവരെ ഹിന്ദുക്കൾ എന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കാൻ തുടങ്ങി. ക്രമേണ എബ്രഹാം വംശനാമം സ്വീകരിക്കാത്ത ഏതൊരു ഭാരതീയനും ഹിന്ദു എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കപ്പെട്ടു. ഇന്ന് നിലവിൽ അതാണ് ഹിന്ദു എന്നതിന് നമുക്ക് നൽകാവുന്ന ഒരു നിർവചനം. എബ്രഹാം വംശനാമം സ്വീകരിക്കാത്ത ഏതൊരു ഭാരതീയനും ഇന്ന് ഹിന്ദുവാണ്. അത് യഥാർത്ഥത്തിൽ ഒരു മതമല്ല, ഒരു സാംസ്കാരിക പിന്തുടർച്ചയാണ്. നേരത്തെ പറഞ്ഞതുപോലെ സിന്ധു നദീതടത്തിൽ ഉടലെടുത്ത ആ ഒരു സംസ്കാരം പരിണമിച്ച് വന്നതിനെയാണ് ഹിന്ദു എന്നും ഹിന്ദു ധർമ്മം എന്നതും കൊണ്ട് വിവക്ഷിക്കുന്നത്. ഏതായാലും അതൊരു മതമല്ലെങ്കിലും ഈ എബ്രഹാം വംശനാമം സ്വീകരിക്കാത്ത ഹിന്ദുക്കൾ എന്ന് പറയുന്ന അവരുടെ ആരാധനയുടെ ഒരു പൊതുധർമ്മം ബ്രഹ്മത്തെ അഥവാ ഓങ്കാരത്തെ ഉപാസിക്കുന്നു എന്നുള്ളതാണ്. ആദി ശബ്ദമായി, വചനമായി ഓങ്കാരത്തെ കണക്കാക്കുന്നു. ആ ഉ മ് ഇത് ചേർന്നാണ് ഓം. ആ ഓങ്കാരത്തെ ആദി ശബ്ദമായി ഉപാസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏത് മന്ത്രത്തിന്റെയും ആദ്യം ഓങ്കാരം എന്ന ശബ്ദം ചേർക്കുന്നു. ഈ ഹിന്ദുമത വിശ്വാസികൾ വെച്ചു പുലർത്തുന്ന ധർമ്മത്തെയും അവരുടെ ആചാര അനുഷ്ഠാനങ്ങളെയുമാണ് സനാതന ധർമ്മം എന്ന് പറയുന്നു. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഹിന്ദു എന്നതൊരു മതമല്ല. അതുകൊണ്ട് തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ച സിന്ധു നദീതടത്തിൽ ഉടലെടുത്ത ജീവിത രീതിയുടെ പിന്തുടർച്ചക്കാർ, അതിന്റെ പരിണാമങ്ങളിൽ വന്ന മാറ്റങ്ങളും അതില്ലാത്തതും എല്ലാം കൂടി ചേർത്തിട്ടാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. ആ സനാതന ധർമ്മം അനുസരിച്ച് ഭൂമിയിൽ ജന്മമെടുക്കുന്ന ഒരു ജീവാത്മാവിന് പരമാത്മാവിന്റെ ഭാഗമായി ഇവിടെ ജന്മമെടുക്കുന്ന ജീവാത്മാവിന്റെ ജീവിത ലക്ഷ്യങ്ങളെ അറിയപ്പെടുന്നത് പുരുഷാർത്ഥങ്ങൾ എന്നാണ്. ജീവിത ലക്ഷ്യങ്ങൾക്ക് പറയുന്നു പുരുഷാർത്ഥങ്ങൾ. ഇപ്പൊ നമുക്ക് വളർച്ചയ്ക്ക് ഓരോ സ്റ്റേജ് ഉണ്ടല്ലോ ഒരു മനുഷ്യന്, ശൈശവം, ബാല്യം, കൗമാരം, യൗവനം. അതുപോലെ ജീവിത ലക്ഷ്യങ്ങളായി സനാതന ധർമ്മം കണക്കാക്കുന്നത് 4 പുരുഷാർത്ഥങ്ങളെയാണ്. ആ 4 പുരുഷാർത്ഥങ്ങളാണ് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവ. ധർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളുടെ പ്രവൃത്തിയാണ്. പ്രവൃത്തി എന്നതുകൊണ്ട് പറയുന്നത്
ആ ആളിന് ഉപജീവനാർത്ഥം ചെയ്യുന്നതും സനാതനധർമ്മത്തിന് വിരുദ്ധമല്ലാത്തതും സഹജീവികൾക്ക് ഉപദ്രവമുണ്ടാക്കാത്തതുമായ ഏത് പ്രവൃത്തിയും, ഒന്നുകൂടി പറഞ്ഞാൽ സൽപ്രവൃത്തി, അതാണ് ധർമ്മം. അത് അവന്റെ ഉപജീവനത്തിനുള്ള വഴി മാർഗം കൂടി ആയിരിക്കണം. അതാണ് ധർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജീവിത ലക്ഷ്യങ്ങളിൽ ഒന്ന്, അതായത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ജോലി എന്നതാണ്. അങ്ങനെ ആ ധർമ്മത്തിൽ നിന്ന് നേടിയെടുക്കുന്നതാണ് സമ്പത്ത് അഥവാ അർത്ഥം. ആ ധർമ്മത്തിന്റെ ഫലമായി നമ്മൾ സ്വീകരിക്കുന്നതാണ് അർത്ഥം അഥവാ സമ്പത്ത്. അങ്ങനെ ജോലി ചെയ്ത് അർത്ഥം ഉണ്ടാക്കുന്നു, സമ്പത്ത് ഉണ്ടാക്കുന്നു. ആ സമ്പത്ത് കൊണ്ട് നമ്മൾ വാങ്ങുന്ന അല്ലെങ്കിൽ നമ്മൾ ആസ്വദിക്കുന്ന ഇന്ദ്രിയ സുഖങ്ങളെ, നമ്മൾ സാധിച്ചെടുക്കുന്ന ആഗ്രഹങ്ങളെയാണ് കാമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ പ്രവൃത്തി ചെയ്യുന്നു, അതിലൂടെ അർത്ഥം സമ്പത്ത് നേടുന്നു, അങ്ങനെ ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കുന്നു, ആഗ്രഹങ്ങൾ സാധിക്കുന്നു. ഒടുവിൽ മോക്ഷം, അതാണ് ജീവിതമോചനം, പരബ്രഹ്മത്തിലേക്കുള്ള മടക്കയാത്ര. ആ പരബ്രഹ്മത്തിന്റെ ഭാഗമായ ജീവാത്മാവായി, പരമാത്മാവിന്റെ ഭാഗമായ ജീവാത്മാവായി ഇവിടെ അവതരിച്ച് അവനവനിൽ നിക്ഷിപ്തമായ ധർമ്മം അനുഷ്ഠിച്ച് അർത്ഥം നേടി കാമം അനുഭവിച്ച് മോക്ഷപ്രാപ്തി നേടുക. അതാണ് പുരുഷാർത്ഥങ്ങൾ എന്നതുകൊണ്ട് സനാതന ധർമ്മത്തിൽ ഉദ്ദേശിക്കുന്നത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഈ ഹിന്ദു മതവിശ്വാസികളുടെ അഥവാ നേരത്തെ പറഞ്ഞ സനാതന ധർമ്മം പുലർത്തുന്നവരുടെ പുണ്യഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും 5 വിഭാഗമാണ്. ഒന്ന്, ശ്രുതി. ശ്രുതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൈന്ദവ തത്വശാസ്ത്ര ഗ്രന്ഥങ്ങളെയാണ്. ശ്രുതി അതൊരു ഗ്രൂപ്പ് ഓഫ് ടെക്സ്റ്റ് ആണ്, ഒരു വിഭാഗം പുസ്തകങ്ങളാണ്. ഹൈന്ദവ തത്വശാസ്ത്ര ഗ്രന്ഥങ്ങളാണ് ശ്രുതി. ആ തത്വസംഹിതകളോട് അടുത്ത് നിൽക്കുന്ന, അതിന്റെ മൂലകൃതികളോട് അടുത്ത് നിൽക്കുന്നവയാണ് സ്മൃതി. ശ്രുതിയോട് അടുത്ത് നിൽക്കുന്നവയാണ് സ്മൃതി. മറ്റൊരു വിഭാഗമാണ് ചതുർവേദങ്ങൾ, 4 വേദങ്ങൾ. സാമവേദം, അഥർവവേദം, യജുർവേദം, ഋഗ്വേദം, ഇങ്ങനെ 4 വേദങ്ങൾ. ആ ചതുർവേദങ്ങളാണ് മറ്റൊരു വിഭാഗം. പിന്നൊന്ന് പുരാണങ്ങൾ, നിരവധി പുരാണങ്ങൾ, 108 പുരാണങ്ങളാണുള്ളത്. അതുകൂടാതെ ഭഗവത്ഗീത. ഇങ്ങനെ 5 വിഭാഗമാണ് ഹൈന്ദവ മതവിശ്വാസികളുടെ പുണ്യഗ്രന്ഥങ്ങൾ. ഇനി ആ ഹിന്ദുമത വിശ്വാസികൾ, നേരത്തെ പറഞ്ഞ സിന്ധു നദീതട സംസ്കാരത്തിന്റെ പിന്തുടർച്ചക്കാർ, അവരുടെ ആരാധനാമൂർത്തിയുടെ അടിസ്ഥാനത്തിൽ, അവരേത് ആരാധനാമൂർത്തിയെ ആണ് പൂജിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഹിന്ദു മതത്തിൽപ്പെട്ടവരെ 4 വിഭാഗമായി തിരിക്കാം. ആരാധനാമൂർത്തിയുടെ അടിസ്ഥാനത്തിൽ ഹിന്ദുമതം 4 ഗ്രൂപ്പാണ്, 4 വിഭാഗമാണ്. ഒന്ന്, വൈഷ്ണവർ. അവരാരാധിക്കുന്നത് നാരായണൻ അഥവാ വിഷ്ണുവിനെയാണ് ആരാധിക്കുക. മറ്റൊന്ന് ശൈവർ, പരമശിവനെ ആരാധിക്കുന്നവരാണ് ശൈവർ. ആദിപരാശക്തി അഥവാ ഭഗവതി സങ്കല്പത്തെ ആരാധിക്കുന്നവരാണ് ശാക്തേയർ. പിന്നെ ഇത് കൂടാതെ ഈശ്വരനും മനുഷ്യനും ഒന്ന് തന്നെയാണ്, മനുഷ്യന്റെ ഉള്ളിലാണ് ഈശ്വരൻ ഉള്ളത് എന്ന് വിശ്വസിക്കുന്ന അദ്വൈത വിശ്വാസികളാണ് മറ്റൊരു കൂട്ടർ. അദ്വൈത വിശ്വാസികളാണ്. അങ്ങനെ ആരാധനാമൂർത്തിയുടെ അടിസ്ഥാനത്തിൽ 4 തരമാണ്. വൈഷ്ണവർ നാരായണൻ അഥവാ വിഷ്ണുവിനെ ആരാധിക്കുന്നു, ശൈവർ പരമശിവനെ ആരാധിക്കുന്നു, ശാക്തേയർ ആദിപരാശക്തി അഥവാ ഭഗവതി ആരാധിക്കുന്നു, പിന്നെ അദ്വൈത വിശ്വാസികളുമാണ്. എന്നാൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഹിന്ദുക്കളെ 4ആയി തിരിക്കാം. ബ്രഹ്മവുമായി അടുപ്പമുള്ള, ബ്രഹ്മത്തിന്റെ പാത സ്വീകരിച്ചവർ ബ്രാഹ്മണർ. ക്ഷിതിയെ ത്രാണനം ചെയ്യുന്നവർ, ഭൂമിയെ രക്ഷിക്കുന്നവർ ക്ഷത്രിയർ. വൈശ്യവൃത്തി ചെയ്യുന്നവർ വൈശ്യർ, ശൂദ്രവൃത്തി ചെയ്യുന്നവർ ശൂദ്രർ. അങ്ങനെ ജാതിയുടെ അടിസ്ഥാനത്തിൽ 4 തരമാണ്: ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെ. നേരത്തെ സൂചിപ്പിച്ചു, പുരാണങ്ങൾ ഹിന്ദുമത ധർമ്മം അനുസരിച്ച്, ഹിന്ദുമത വിശ്വാസം അനുസരിച്ച് ആധികാരിക ഗ്രന്ഥങ്ങളിൽ ഒരു വിഭാഗമാണ് പുരാണങ്ങൾ. ഈ പുരാണം എന്ന് പറയുന്നത് പ്രപഞ്ച സത്യങ്ങളെയും ദാർശനികമായ ഉപദേശങ്ങളെയും ധർമ്മസംഹിതകളെയും സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പ്രാപ്യമാകുന്ന ഘടനയിൽ കഥാഖ്യാനം പോലെ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളെയാണ് പുരാണങ്ങൾ എന്ന് പറയുക. അതായത് പഴയ കാലത്ത് വിദ്യാഭ്യാസം ഇത്ര സാർവത്രികമല്ല, മനുഷ്യരുടെ ചിന്താശേഷി ഇത്ര വികസിച്ചിട്ടില്ല, ഒക്കെയാണ്. അപ്പൊ അന്നത്തെ കാലത്ത് ഈ താത്വികമായ, ദാർശനികമായ അത്തരത്തിൽ ആഴമേറിയ കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞു കൊടുത്താൽ ഒരുപക്ഷെ മനുഷ്യന് മനസ്സിലാകണമെന്നില്ല, അന്നത്തെ ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. അപ്പൊ അവർക്ക് മനസ്സിലാകാൻ നമ്മൾ എന്ത് ചെയ്തു? കഥയുടെ രൂപത്തിൽ പറഞ്ഞു കൊടുത്തതാണ് പുരാണങ്ങൾ. ഇപ്പൊ കൊച്ചു കുട്ടികൾക്ക് നമ്മൾ സത്യം, നന്മ, സ്നേഹം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല, 5-6 വയസ്സുള്ള കുട്ടികൾക്ക്. അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്യും?
ഗുണപാഠ കഥകളിലൂടെ പറഞ്ഞു കൊടുക്കും ഇല്ലേ? ആമയുടെ മുയലിന്റെ കഥയിലൂടെ അല്ലെങ്കിൽ മല്ലന്റെ മാധവന്റെ കഥയിലൂടെ ഗുണപാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെ സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പ്രാപ്യമാകുന്ന ഘടനയിൽ കഥാഖ്യാനം പോലെ ദാർശനികമായ ഉപദേശങ്ങളെയും ധർമ്മസംഹിതകളെയും അവതരിപ്പിക്കുന്ന കൃതികളാണ് പുരാണങ്ങൾ. 18 മഹാപുരാണങ്ങളും പിന്നെ ഉപപുരാണങ്ങളുമാണ് ഉള്ളത്. 18 മഹാപുരാണങ്ങളും ഉപപുരാണങ്ങളും. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്, ഈ പുരാണ രചനയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ലളിതമായ സംസ്കൃത ഭാഷയാണ്. അതിന്റെ രചനാ കാലയളവായി പരിഗണിക്കുന്നത് BC 4-ാം നൂറ്റാണ്ടിനും 1-ാം നൂറ്റാണ്ടിനും AD 1-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കാണ്. BC 4-ാം നൂറ്റാണ്ടിനും AD 1-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കാണ് പുരാണങ്ങളുടെ രചനാ കാലയളവായി പരിഗണിക്കുന്നത്. എന്നാൽ അതിന് ലക്ഷണമൊക്കെ നിർവചിച്ചു വെച്ചത് AD 5-ാം നൂറ്റാണ്ടിൽ അമരസിംഹനാണ് പുരാണങ്ങൾക്ക് ലക്ഷണം നിർവചിച്ചു വെച്ചത്. പക്ഷെ അത് ക്രോഡീകരിച്ചെടുക്കാൻ, ഇത്രയും പുരാണങ്ങളെ ഒന്നും ക്രോഡീകരിച്ച് അതിനെ വിഭജിച്ചൊന്നും എടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അത് സംഭവിച്ചത് ഗുപ്ത കാലഘട്ടത്തിലാണ്. ഈ ക്രോഡീകരണങ്ങൾ നടന്നത് ഗുപ്തന്റെ, ചന്ദ്രഗുപ്തന്റെ ഒക്കെ ആ ഗുപ്ത കാലഘട്ടത്തിലാണ്. അമരസിംഹൻ പറയുന്ന ലക്ഷണം അനുസരിച്ചും പിന്നീട് ക്രോഡീകരിക്കപ്പെട്ട പുരാണങ്ങളിലും കാണുന്ന അതിന്റെ ഉള്ളടക്കത്തിന് വേണ്ടുന്ന ഘടകങ്ങൾ പ്രധാനമായി 5ആണ്. പഞ്ചഭാഗങ്ങൾ എന്നാണ് പറയുന്നത്. 5 ഭാഗങ്ങളാണ്. അതായത് സർഗങ്ങൾ, അതിന്റെ ചാപ്റ്റർ എന്ന് നമ്മൾ പറയുന്നത്, ഇന്ന് നമ്മൾ ചാപ്റ്റർ എന്നോ അധ്യായം എന്നോ പറയുന്നതിന് തുല്യമാണ് സർഗങ്ങൾ. പിന്നെ പ്രതിസർഗങ്ങൾ, അതായത് അതിന്റെ സബ് ഡിവിഷൻസ്. വംശം, മന്വന്തരം, വംശാനുചരിത്രം, ഇങ്ങനെ 5 ഭാഗങ്ങൾ ഉണ്ടാകണം പുരാണത്തിൽ. സർഗങ്ങൾ ഉണ്ടാകണം, പ്രതിസർഗം ഉണ്ടാകണം, വംശം, മന്വന്തരം, വംശാനുചരിത്രം. എന്നാൽ ഈ പുരാണങ്ങളെ കൂടാതെ പഞ്ചമവേദം എന്നുകൂടി അറിയപ്പെടും പുരാണങ്ങളെ പഞ്ചമവേദം എന്നുകൂടി അറിയപ്പെടും. ശരിക്കും മഹാഭാരതത്തെയും നമ്മൾ പഞ്ചമവേദം എന്ന് പറയാറുണ്ടെങ്കിലും പുരാണങ്ങളെ എല്ലാം പൊതുവായി പഞ്ചമവേദം. കാര്യം 4 വേദങ്ങളാണ്, ചതുർവേദങ്ങൾ. 5-ാം വേദമായി കണക്കാക്കുന്ന മഹാഭാരതത്തെയാണ്. അതൊരു പുരാണ ഗ്രന്ഥമാണല്ലോ. പൊതുവെ പുരാണങ്ങളെ പഞ്ചമവേദം എന്നറിയപ്പെടുന്നു. ഇനി നേരത്തെ പറഞ്ഞ 18 മഹാപുരാണങ്ങൾ, അതാണ് അഷ്ടാദശ പുരാണങ്ങൾ. അഷ്ടം എന്ന് വെച്ചാൽ 8, ദശം 10, അപ്പൊ അഷ്ടാദശം 18. ആ 18 പുരാണങ്ങൾ ഇനി പറയുന്നവയാണ്. ഈ 18 മഹാപുരാണങ്ങളാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. 1 ബ്രഹ്മപുരാണം. അതിനകത്ത് 14,000 ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ബ്രഹ്മപുരാണത്തിൽ 14,000 ശ്ലോകങ്ങൾ. വിഷ്ണു പുരാണത്തിൽ 23,000 ശ്ലോകങ്ങൾ. ശിവപുരാണത്തിൽ 24,000-ഉം ഭാഗവത പുരാണത്തിൽ 18,000 ശ്ലോകങ്ങളും അടങ്ങുന്നു. എന്നാൽ പത്മപുരാണത്തിൽ 55,000 ശ്ലോകങ്ങളാണ് ഉള്ളത്. നാരദ പുരാണത്തിലാകട്ടെ 18,110 ശ്ലോകങ്ങളും മാർക്കണ്ഡേയ പുരാണത്തിൽ 8,000 ശ്ലോകങ്ങളും ഉണ്ട്. ഭവിഷ്യപുരാണത്തിൽ 14,500 ശ്ലോകങ്ങളാണ് ഉള്ളത്. ലിംഗപുരാണത്തിൽ 11,000 ശ്ലോകങ്ങളും വരാഹപുരാണത്തിൽ 10,000 ശ്ലോകങ്ങളും ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ 18,000 ശ്ലോകങ്ങളും ഉണ്ട്. എന്നാൽ സ്കന്ദപുരാണത്തിൽ 8,100 ശ്ലോകങ്ങളാണ് ഉള്ളത്. അതേസമയം വാമന പുരാണത്തിൽ 10,000 ശ്ലോകങ്ങൾ, മത്സ്യപുരാണത്തിൽ 14,000 ശ്ലോകങ്ങൾ, കൂർമ്മപുരാണത്തിൽ 17,000 ശ്ലോകങ്ങൾ, ഗരുഡ പുരാണത്തിൽ 11,000-ഉം ബ്രഹ്മാണ്ഡ പുരാണത്തിൽ 12,100-ഉം അഗ്നി പുരാണത്തിൽ 15,000 ശ്ലോകങ്ങളും അടങ്ങുന്നു. ഈ ശ്ലോകങ്ങളുടെയൊക്കെ എണ്ണം ഒരു പരീക്ഷാ കോണ്ടക്റ്റിൽ നമുക്ക് കാണാതെ പഠിക്കുക പ്രയാസകരമാണ്. പക്ഷെ നിരന്തരം നമ്മൾ ആവർത്തിച്ചത് കേൾക്കുകയും പറയുകയും ചെയ്യുമ്പോൾ ഇത്തരം പുരാണങ്ങളുടെ പേരെങ്കിലും ഓർമ്മയിൽ നിൽക്കും. ഇപ്പോ അഷ്ടാദശ പുരാണങ്ങളിൽ ഉൾപ്പെടുന്നവ ഏത്, അല്ലെങ്കിൽ 18 മഹാപുരാണങ്ങളിൽ ഉൾപ്പെടുന്നവ ഏത് എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഓർത്തു വെച്ച് പറയാൻ കഴിയും. അപ്പൊ ആ 18 പുരാണങ്ങൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ബ്രഹ്മപുരാണം, വിഷ്ണു പുരാണം, ശിവപുരാണം, ഭാഗവത പുരാണം, പത്മപുരാണം, നാരദ പുരാണം, മാർക്കണ്ഡേയ പുരാണം, ഭവിഷ്യപുരാണം, ലിംഗപുരാണം, വരാഹപുരാണം, ബ്രഹ്മവൈവർത്ത പുരാണം, സ്കന്ദപുരാണം, വാമന പുരാണം, മത്സ്യപുരാണം, കൂർമ്മപുരാണം, ഗരുഡ പുരാണം, ബ്രഹ്മാണ്ഡ പുരാണം, പിന്നെ അഗ്നിപുരാണം. അതില് ഈ പുരാണങ്ങളുടെയും വേദങ്ങളുടെയും വ്യാഖ്യാനത്തെയാണ് ഉപനിഷത്ത് എന്നുകൊണ്ട് പറയുന്നത്. നിഷത്ത് എന്ന വാക്കിന്റെ അർത്ഥം വേദം എന്നാണ്. ഉപനിഷത്ത് വേദത്തിന്റെ വ്യാഖ്യാനം അഥവാ വേദാന്തം. വേദാന്തം എന്ന് പറയുന്നത് എന്താ? വേദത്തിന്റെ അവസാനം. ഉപനിഷത്ത് സബ് വേദം, വേദത്തിന്റെ അവസാനം, അതാണ് വേദാന്തം. ഹിന്ദു മതത്തിന്റെ തത്വജ്ഞാനപരമായ ആശയങ്ങളാണ് അതിൽ അവതരിപ്പിക്കുന്നത്. അതനുസരിച്ച് ഹിന്ദു വിശ്വാസത്തിൽ
പ്രസ്ഥാനത്രയം 3 പ്രസ്ഥാനങ്ങളുണ്ട്. അതായത് ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത, ഉപനിഷത്ത്. ഈ 3 കൃതികളെയും കൂടി, ഈ 3 വിഭാഗം കൃതികളെയും കൂടി ചേർത്താണ് പ്രസ്ഥാനത്രയം എന്ന് പറയുന്നത്. വേദങ്ങളുടെ വ്യാഖ്യാനം അഥവാ വേദത്തിന്റെ പഠനമാണ്, അതിന്റെ വ്യാഖ്യാനത്തെയാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. ആ ഉപനിഷത്തുകളെ കുറിച്ച് കൂടുതൽ പഠിച്ചത് യഥാർത്ഥത്തിൽ ഭാരതീയർ പഠിച്ചതിനേക്കാൾ വിദേശികൾ പഠിച്ചു. അതിനെ ലോകമെമ്പാടുമുള്ള ശ്രദ്ധയിൽ കൊണ്ടുവന്ന പണ്ഡിതന്മാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ഈ പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിന്നിരുന്ന പുരാണങ്ങളെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് മാക്സ് മുള്ളർ എന്ന ശാസ്ത്രകാരനാണ്. ഐറിഷ്കാരനായ മാക്സ് മുള്ളറാണ് ആ പുരാണങ്ങളെയും ഉപനിഷത്തുകളെയും ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ അത് പിന്നീട് നമ്മുടെ ദാരാ ഷെക്കോവ്, അതായത് മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെ, താജ്മഹൽ നിർമ്മിച്ച ഷാജഹാന്റെ മകനാണ്, ഷാജഹാന്റെയും മുംതാസിന്റെയും മകനാണ് ദാരാ ഷെക്കോവ്. അദ്ദേഹം 1657 50 ഉപനിഷത്തുക്കളെ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. ദാരാ ഷെക്കോവ് 1657 ഈ 108 ഉപനിഷത്തുക്കളിൽ 50 എണ്ണത്തെ അദ്ദേഹം പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. ആ പേർഷ്യൻ ഭാഷയിൽ ഉണ്ടായ ഈ ഉപനിഷത്തുക്കളുടെ തർജ്ജമയുടെ പേര് സിർ ഉൽ അസ്രാർ എന്നാണ്. സിർ ഉൽ അസ്രാർ എന്ന പേരിലാണ് തർജ്ജമ ചെയ്തത്. ആ പേർഷ്യൻ ഭാഷയിൽ ഉണ്ടായ സിറുൽ അസ്രാർ എന്ന ഉപനിഷത്ത് പരിഭാഷയെ പിന്നീട് ലാറ്റിൻ ഭാഷയിലേക്ക് മാറ്റിയത് ആംഗറ്റിൽ ദി പെറോർ എന്നൊരു ലത്തീൻ പാതിരിയാണ്. ആംഗറ്റിൽ ദി പെറോർ എന്ന ആളാണ് അത് ലാറ്റിൻ ഭാഷയിലേക്ക് മാറ്റിയത്. ആ കൃതിയുടെ പേര് ഔപ്നഘാത് എന്നാണ്. അപ്പോ ഈ ഉപനിഷത്തുക്കളെ, വേദങ്ങളെ ലോക ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന പണ്ഡിതൻ മാക്സ് മുള്ളറാണ്. അതിനെ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ദാരാ ഷിക്കോവ് എന്ന മുഗൾ ചക്രവർത്തിയാണ്. എന്നാൽ അതിന് ലാറ്റിൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ആംഗറ്റിൽ ദി പെറോർ ആണ്. ആ പുസ്തകത്തിന്റെ പേര് ഔപ്നഘാത്. അതിനെ പേർഷ്യൻ കൃതിയുടെ പേര് സിറൽ അസാർ എന്നാണ്. ഇനി ശങ്കരാചാര്യര് പഠിച്ച, നമുക്കറിയാം ഭാരതത്തിലെ മഹാപണ്ഡിതനും തത്വചിന്തകനും ഒക്കെയാണ് ശങ്കരാചാര്യർ, അല്ലെ? കാലടിക്കാരനായിരുന്ന ശങ്കരാചാര്യർ. അദ്ദേഹം 10 ഉപനിഷത്തുക്കൾക്ക് വ്യാഖ്യാനം നടത്തി. അതിനെയാണ് ദശോപനിഷത്തുകൾ എന്ന് പറയുന്നത്. ശങ്കരാചാര്യര് വ്യാഖ്യാനം നടത്തിയ 10 ഉപനിഷത്തുക്കളാണ് ദശോപനിഷത്തുകൾ. അവ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, ശുക്ല യജുർവേദത്തിന്റെ ഭാഗമായ ഈശാവാസ്യോപനിഷത്ത്. യജുർവേദം, ശുക്ല യജുർവേദവും കൃഷ്ണ യജുർവേദവും ഉണ്ട്. അതായത് വെളുത്ത യജുർവേദവും കറുത്ത യജുർവേദം അർത്ഥം വരുന്ന അതിന്റെ പൂർവ്വഭാഗം ഉത്തരഭാഗം അത്രയേ ഉള്ളൂ. ആ ശുക്ല യജുർവേദത്തിന്റെ അതിന്റെ ഭാഗമായി വരുന്ന ഈശാവാസ്യോപനിഷത്താണ് ഒന്ന് ശങ്കരാചാര്യർ പഠിച്ചത്. മറ്റൊന്ന് സാമവേദത്തിന്റെ ഭാഗമായി വരുന്ന കേനോപനിഷത്ത്. പിന്നൊന്ന് കൃഷ്ണ യജുർവേദത്തിന്റെ ഭാഗമായി വരുന്ന കഠോപനിഷത്ത്, അതിന്റെ വ്യാഖ്യാനമായി വരുന്ന കഠോപനിഷത്ത്. അഥർവവേദത്തിന്റെ വ്യാഖ്യാനമായ പ്രശ്നോപനിഷത്ത്. അതേ അഥർവവേദത്തിന്റെ തന്നെ വ്യാഖ്യാനങ്ങളായ മുണ്ടകോപനിഷത്ത്, മാണ്ഡൂക്യോപനിഷത്ത്. പിന്നെ കൃഷ്ണ യജുർവേദത്തിന്റെ ഭാഗമായി തൈത്തിരിയോപനിഷത്ത്. ഋഗ്വേദത്തിന്റെ നിന്ന് ഐതരയോപനിഷത്ത്. സാമവേദത്തിൽ നിന്ന് ചാന്തോഗ്യോപനിഷത്ത്. പിന്നെ ശുക്ല യജുർവേദത്തിൽ നിന്ന് ബൃഹദാരണ്യകോപനിഷത്ത്. ഇങ്ങനെ 10 എണ്ണത്തെ ശങ്കരാചാര്യര് വ്യാഖ്യാനത്തിന് വിധേയമാക്കി. അതിനെയാണ് ദശോപനിഷത്തുകൾ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഉപനിഷത്തുക്കളിൽ നിന്നുള്ള മഹാവാക്യങ്ങൾ പല സന്ദർഭത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ ഇന്ത്യയുടെ ലോഗോ തന്നെ സത്യമേവ ജയതേ, അല്ലേ? നമ്മുടെ അശോക സ്തംഭത്തിന്റെ കീഴെഴുതി വെച്ചിരിക്കുന്ന സത്യമേവ ജയതേ, ഇതൊക്കെ ഓരോ ഉപനിഷത്തുക്കളിൽ നിന്നുള്ളതാണ്. അത്തരത്തിൽ പ്രധാനപ്പെട്ട ചില ഉപനിഷത്ത് വാക്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഉത്തിഷ്ഠത ജാഗ്രത, പ്രാപ്യവരാൻ നിബോധത, അത് കഠോപനിഷത്തിൽ നിന്നാണ്. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് സ്വാമി വിവേകാനന്ദനെ എനിക്ക് ഓർമ്മ വരുന്നു, അല്ലെ? അദ്ദേഹത്തിന്റെ ആഹ്വാനമാണ് ഭാരത യുവതയോട്. ഉത്തിഷ്ഠത ജാഗ്രത, പ്രാപ്യവരാൻ നിബോധത, അത് കഠോപനിഷത്തിലെ വരികളാണ്. തത്വമസി, ശബരിമലയുമായി ബന്ധപ്പെട്ട് എല്ലാവരും പറയുന്നതാണ്. തത്വമസി, തത് ത്വം അസിൻ, അത് നീയാകുന്നു. ആ ഉപനിഷത്ത് വാക്യം ചാന്തോഗ്യോപനിഷത്തിൽ നിന്നാണ്. അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മം അസ്മിൻ, ഈശ്വരൻ എന്റെ ഉള്ളിലാകുന്നു, ഈശ്വരൻ എന്റെ ഉള്ളിലാണ് വസിക്കുന്നത് എന്ന ഉപനിഷത്ത് വാക്യം വരുന്നത് ബൃഹദാരണ്യകോപനിഷത്തിൽ നിന്നാണ്. എന്നാൽ പ്രജ്ഞാനാം ബ്രഹ്മ, അതായത് പ്രജ്ഞ, ജീവൻ എന്ന് പറയുന്നത് ബ്രഹ്മമാണ് എന്ന് സൂചിപ്പിക്കുന്നത് ഐതരേയോപനിഷത്തിലാണ്. അയമാത്മബ്രഹ്മ, ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത് മാണ്ഡൂക്യോപനിഷത്തിലാണ്. സത്യമേവ ജയതേ എന്ന ഭാരതീയ മുദ്രണം, ഭാരതത്തിന്റെ ലോഗോ
എടുത്തിരിക്കുന്നത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ്. സത്യം വദ ധർമ്മം ചര, അതായത് സത്യം വധിക്കുക, സത്യം പറയുക, ധർമ്മം ചര, ധർമ്മം പ്രവർത്തിക്കുക എന്ന ഉപനിഷത്ത് വാക്യം വരുന്നത് തൈത്തരീയോപനിഷത്തിൽ നിന്നാണ്. ഉപനിഷത്തുക്കൾ കഴിയുമ്പോൾ നമ്മൾ പുരാണ ഗ്രന്ഥങ്ങളിലേക്ക് രണ്ട് പ്രധാന ഇതിഹാസങ്ങളിലേക്കാണ് കടക്കേണ്ടത്. അതിലൊന്ന് ലോകത്തിലെ ആദ്യ കാവ്യം കൂടിയായ രാമായണമാണ്. രാമന്റെ അയനമാണ് രാമായണം. അയനം എന്ന് വെച്ചാൽ യാത്ര, ജീവിതം എന്നൊക്കെയാണ്. അപ്പൊ രാമന്റെ അയനമാണ് രാമായണം. അത് ആദി കാവ്യമാണ്. ലോകത്തിലെ തന്നെ, ഇന്ത്യയിലെ എന്നല്ല, ലോകത്തിലെ തന്നെ ആദി കാവ്യമാണ് രാമായണം. വാൽമീകി മഹർഷിയാണ് അത് എഴുതിയതായി കരുതുന്നത്. അദ്ദേഹത്തെ കുറിച്ചുള്ള ചില ഐതിഹ്യങ്ങളൊക്കെ നമുക്കറിയാം. അദ്ദേഹം ഒരു കാട്ടാളനായിരുന്നു, രത്നാകരൻ എന്ന കാട്ടാളനായിരുന്നു. മറ്റേ മഹർഷിമാരെ ഉപദ്രവിച്ചു. അങ്ങനെ അവര് ഭാര്യയും മക്കളോട് ചോദിക്കാൻ പറഞ്ഞു, ഇത് പാപത്തിന്റെ പങ്ക് പറ്റുമോ എന്ന്. അവരില്ല എന്ന് പറഞ്ഞു. ആ കഥയൊക്കെ നമുക്കറിയാമല്ലോ. ആ വാൽമീകി മഹർഷി രത്നാകരൻ പിന്നീട് അകത്ത് തപസ് ചെയ്ത് വാൽമീകിയായി പുറത്തു വന്ന് വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ മലവേടന്റെ അമ്പേറ്റ് വീണ ക്രൗഞ്ചപ്പക്ഷികളിൽ ഇണപ്പക്ഷിയുടെ ശ്ലോകമാക്കി അദ്ദേഹം പാടി മാ നിഷാദ പ്രതിഷ്ഠാ ത്വയബ്ദ എന്ന് പാടിയ ആ വാൽമീകി മഹർഷിയാണ് ലോകത്തിലെ തന്നെ ആദി കവി. അദ്ദേഹം എഴുതിയ രാമായണമാണ് ലോകത്തിലെ ആദി കാവ്യം. നാരദ മഹർഷി, ബ്രഹ്മർഷി നാരദൻ വാൽമീകി മഹർഷിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന മട്ടിലാണ് അതിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. അതിനകത്ത് 2000-ലധികം ശ്ലോകങ്ങൾ 500 അധ്യായങ്ങളിലായി ചേർത്തിരിക്കുന്നു. 2000-ലധികം ശ്ലോകങ്ങൾ. എന്നാൽ 7 കാണ്ഡങ്ങളാണ് അതിനകത്തുള്ളത്. വാൽമീകി രാമായണത്തിലാണ്, എഴുത്തച്ഛന്റെ രാമായണത്തിലല്ല. എഴുത്തച്ഛൻ രാമായണത്തിൽ 7 അല്ല. വാൽമീകി രാമായണത്തിൽ 7 കാണ്ഡങ്ങൾ. കാണ്ഡം എന്ന് വെച്ചാൽ ഭാഗം, ചാപ്റ്റർ എന്നൊക്കെയാണ്. അതിന്റെ രചനാ കാലയളവായി പരിഗണിക്കുന്നത് BC 5-ാം നൂറ്റാണ്ടിനും 12-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കാണ്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്ന മറ്റൊരു പ്രധാന ഇതിഹാസ കാവ്യമാണ് മഹാഭാരതം. ഏറ്റവും ബൃഹത്തായ ഇതിഹാസമാണ്. ഇതും ഇന്ത്യയിലെ അല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ഇതിഹാസ കാവ്യമാണ് മഹാഭാരതം. വേദവ്യാസനാണ് അതിന്റെ രചയിതാവായി കണക്കാക്കുന്നത്. കഥ അനുസരിച്ച് ഈ വേദവ്യാസൻ മഹാഭാരതത്തിൽ ഒരു കഥാപാത്രമായി വരും. നമ്മുടെ ധൃതരാഷ്ട്രന്റെയും പാണ്ഡുവിന്റെയൊക്കെ അച്ഛനായി വരുന്നത് വേദവ്യാസനാണ്. ഇദ്ദേഹത്തിന് പരാശര മുനിക്ക് സത്യവതി എന്ന മുക്കുവസ്ത്രീയിൽ ജനിക്കുന്ന മുക്കുവക്കുട്ടിയായിട്ടാണ് വേദവ്യാസൻ പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ വ്യാസൻ എന്ന വാക്കിന്റെ അർത്ഥം വ്യസിക്കുന്നവൻ, സമ്പാദിക്കുന്നവൻ, ശേഖരിക്കുന്നവൻ. തലമുറകളായി ഇവിടെ നിലനിന്നിരുന്ന കഥകളെ ക്രോഡീകരിച്ചെടുത്തത്. അത് ചിലപ്പോൾ ഒരാളാണോന്നില്ല, ചിലപ്പോൾ ഒന്നിലധികം ആൾക്കാരാകാം. അതാണ് വ്യാസൻ എന്ന സങ്കല്പം. വേദവ്യാസൻ അദ്ദേഹം എഴുതിയ, അത് ഒരാളാണെന്നുള്ളതിന് ഉറപ്പില്ല എങ്കിലും വേദവ്യാസൻ എഴുതിയ മഹാഭാരതമാണ് ഏറ്റവും ബൃഹത്തായ ഇതിഹാസ കാവ്യം. അതിൽ 1,00,000-ലധികം ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്നു. 18 പർവങ്ങളായി വിഭജിച്ചിരിക്കുന്നു, 18 ചാപ്റ്റർ. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത്, രാമായണത്തിലെ ഭാഗങ്ങളെ കാണ്ഡമെന്നും മഹാഭാരതത്തിലെ ഭാഗങ്ങളെ പർവം എന്നുമാണ് അറിയപ്പെടുന്നത്. വ്യാസൻ പറഞ്ഞുകൊടുത്ത് ഗണപതി ഭഗവാൻ കേട്ടെഴുതി എന്ന മട്ടിലാണ് അത് രചിച്ചിരിക്കുന്നത്. വ്യാസനിൽ നിന്ന് കേട്ട് ഗണപതി എഴുതി എന്ന മട്ടിലാണ്. ചിലപ്പോൾ നിങ്ങൾ ഒരു ചിത്രമൊക്കെ കണ്ടു കാണും, ഇങ്ങനെ മഹർഷിയുടെ അടുക്കൽ ഗണപതി ഇരുന്ന് നാരായണ വെച്ച് എഴുതുന്ന ചിത്രമൊക്കെ നമ്മൾ കണ്ടു പരിചയിച്ചിട്ടുണ്ടല്ലോ. അതിന്റെ രചനാ കാലയളവായി കണക്കാക്കുന്നത് BC 3-ാം നൂറ്റാണ്ടിനും 12-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് അതിന്റെ രചനാ കാലയളവായി പരിഗണിക്കുന്നത്. അപ്പോൾ ക്ലാസ് ശ്രവിച്ചിരുന്ന എല്ലാവർക്കും നന്ദി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.